മുംബൈയിലെ ബൈക്കുളയിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് ബദ്രുന്നീസ എന്ന ബദ്രു ജനിച്ചത്. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. പ്രണയിച്ചാണ് അവൾ ഹംസയെ വിവാഹം കഴിച്ചത്. സന്തോഷമായൊരു കുടുംബം, കുഞ്ഞ് എന്നൊക്കെയുള്ള ചെറിയ സ്വപ്നങ്ങളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അത് ചെറുതാണെങ്കിലും അവൾക്കത് വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹംസ എത്ര ഉപദ്രവിച്ചിട്ടും ബദ്രു അവനൊപ്പം ജീവിതം തുടർന്നത്. വിജയ് വർമ്മയുടെ ഹംസ മദ്യപാനിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കല്ല് കടിക്കുന്നത് മുതൽ സംശയരോഗം വരെ നീളുന്നു ഹംസയ്ക്ക് ബദ്രുവിനെ തല്ലാനുള്ള കാരണങ്ങൾ. ബദ്രു അതെല്ലാം മിണ്ടാതെ ഏറ്റുവാങ്ങും. പിറ്റേ ദിവസം ഹംസ ഡാർലിങ്സ് എന്ന് വിളിച്ച് ബദ്രുവിന്റെ അടുത്ത് വരുന്നതോടെ അവർ തമ്മിലുള്ള പ്രശ്നം എല്ലാം ശരിയാകും. എന്നാൽ ഇത് ശരിക്കും ഒരു പാറ്റേൺ ആണ്. ഉപദ്രവം മുതൽ മാപ്പ് പറച്ചിൽ വരെ നീളുന്ന പാറ്റേൺ. ദിവസേന ബദ്രുവിന്റെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവൾ ഇനിയിപ്പോൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഹംസ അവളെ ഉപദ്രവിച്ചിരിക്കും. സാധാരണ നമ്മൾ ഇത്തരം സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കാണാറില്ല. എന്നാൽ ബദ്രുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഷിഫാലി ഷാ അവതരിപ്പിച്ച ഷംസുന്നീസ എന്ന അമ്മ കഥാപാത്രം സാധാരണ നമ്മൾ കണ്ടു ശീലിച്ച അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹംസ ബദ്രുവിനെ ആദ്യമായി ഉപദ്രവിച്ചപ്പോൾ തന്നെ ഷംസുന്നീസ അവളോട് തിരികെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. നിരന്തരം ഷംസുന്നീസ ബദ്രുവിനോട് ഹംസയെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ ഒരു സീനിൽ ബദ്രു മദ്യപാനം കുറയ്ക്കാനുള്ള മരുന്ന് ഹംസയ്ക്ക് കൊടുത്തു, ഇനി പ്രശ്നമുണ്ടാകില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷംസുന്നീസ പറയുന്നത് വിഷം കലക്കി കൊടുക്കാനാണ്. എന്നാൽ പ്രശ്നം എന്നേക്കുമായി തീരുമെന്നാണ് അവർ പറയുന്നത്. തമാശക്കാണെങ്കിലും ആ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് ബദ്രുവിനെ തിരിച്ചു കിട്ടാൻ അവസാനത്തെ വഴി അതാണെങ്കിൽ അവർ അതും ചെയ്യുമെന്നാണ്. സാധാരണ എല്ലാം സഹിച്ചു നിൽക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരിൽ നിന്നും ഷംസുന്നീസ വ്യത്യസ്തയാവുന്നതും അവിടെയാണ്. അതിന് കാരണം ഷംസുന്നീസയും ബദ്രുവിനെ പോലെ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇരയായിരുന്നു എന്നതാണ്.